നമസ്കാരം. ഭാരതകേസരി ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിലും തമിഴ്നാട്ടിലുമായുള്ള രണ്ട് വ്യത്യസ്ത കേസുകളിൽ 68 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നേതാക്കൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയായ NIA. കൊച്ചിയിലും ചെന്നൈയിലുമായി രജിസ്റ്റർ ചെയ്ത രണ്ടു കേസുകളിൽ PFA നേതാക്കൾ, പ്രവർത്തകർ, അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 68 പേർക്കെതിരെയാണ് NIA കുറ്റപത്രം സമർപ്പിച്ചത്. മാർച്ച് 13 ജയ്പൂരിലും മാർച്ച് 16 ഹൈദരാബാദിലും സമർപ്പിച്ചതുൾപ്പെടെ ഈ മാസം PFA പ്രവർത്തകർക്കെതിരെ NIA സമർപ്പിച്ച കുറ്റപത്രങ്ങളുടെ എണ്ണം 4ആയി. വിവിധ സമുദായങ്ങളിലുള്ള ആളുകൾക്കിടയിൽ കലഹം സൃഷ്ടിക്കാൻ മുസ്ലിം യുവാക്കളെ ഒരുമിച്ച് കൂട്ടുന്നതിലൂടെയും ഇവർക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് പരിശീലനം നൽകുന്നതിനും മറ്റുമായി PFA നടത്തിയ പ്രത്യേക ക്രിമിനൽ ഗൂഢാലോചനകളുമായി ബന്ധപ്പെട്ടുള്ളതാണ് കുറ്റപത്രം. PFA ക്രിമിനൽ ഗൂഢാലോചന കേസിലെ പ്രതികളിലെ ചിലർക്ക് ശ്രീനിവാസൻ വധത്തിലും പങ്കുണ്ടെന്ന് NIA അന്വേഷണത്തിൽ തെളിഞ്ഞതായും ഏജൻസി വക്താവ് അറിയിച്ചു. അതേസമയം ഇന്ന് സമർപ്പിച്ച രണ്ട് കുറ്റപത്രങ്ങളിലെ പ്രതികൾക്കെതിരെയും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകളും 1967 UAPA, 1959 ആയുധ നിയമം എന്നിവ പ്രകാരമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. 2022 സെപ്റ്റംബറിൽ രജിസ്റ്റർ ചെയ്ത കേരളത്തിലെ കേസിൽ എറണാകുളത്തെ NIA കേസുകൾക്കായുള്ള പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. PFA എന്നത് ഒരു സംഘടന എന്ന നിലയിലും മറ്റ് 58 പ്രതികൾക്കെതിരെയുമാണ് ഇവിടെ കുറ്റപത്രം സമർപ്പിച്ചത്. 2022 കേസെടുത്ത ശേഷം 16 പ്രതികളെ NIAയും മറ്റുള്ളവരെ മുമ്പ് കേരള പോലീസും അറസ്റ്റ് ചെയ്തിരുന്നു. മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ 100-ലധികം സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനകൾക്ക് ശേഷമാണ് NIA കേരളത്തിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പരിശോധനകളുടെ ഭാഗമായി തീവ്രവാദത്തിന് വരുമാനം എന്നറിയിച്ച് 17 സ്വത്തുവകകൾ കണ്ടുകെട്ടുകയും പ്രതികളുടെ 18 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. ഇരു കുറ്റപത്രങ്ങളിലുമുള്ള പൊതുവായ കുറ്റങ്ങൾക്ക് പുറമെ ഇവ നടപ്പിലാക്കാൻ റിപ്പോർട്ടേഴ്സ് വിംഗ്, ഫിസിക്കൽ ആൻഡ് ആംസ് ട്രെയിനിംഗ് വിംഗ്, സർവീസ് വിംഗ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളും യൂണിറ്റുകളും PFA സ്ഥാപിച്ചതായും NIA പ്രസ്താവനയിൽ അറിയിച്ചു. മാത്രമല്ല, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, യോഗ പരിശീലനം തുടങ്ങിയവയുടെ മറവിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർക്ക് ആയുധ പരിശീലനം നൽകുന്നതിന് PFA അവരുടെ വിവിധ ക്യാമ്പസുകളും സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും NIAയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി. PFA സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന അബ്ദുൾ സത്താർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം യഹിയ കോയ തങ്ങൾ, എറണാകുളം സോണൽ സെക്രട്ടറി ഷിഹാസ് MH, ജില്ലാ പ്രസിഡന്റുമാരും സെക്രട്ടറിമാരുമായ സൈനുദ്ദീൻ TS, സാദിഖ് AP, CT സുലൈമാൻ, SDPI സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ എന്നിവരാണ് കേരളത്തിൽ സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. അതേസമയം PFA സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖാലിദ് മുഹമ്മദ് ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് NIA തമിഴ്നാട്ടിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നന്ദി, നമസ്കാരം. കൂടുതൽ വിനോദകരവും വിജ്ഞാനകരവുമായ വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.